പ്രിയപ്പെട്ടവരെ, ஐயா എന്നതൊക്കെ இந்த ஊர்ல നടക്കുന്നത് ഒന്നുമേ പുരിയല. നമ്മുടെ കർമ്മ കക്കൂസും ചലൻ ചാനലിലും ഒന്നും വാർത്തകൾ വരുന്നില്ലെന്നേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന സംഖ്യ ഓളികളുണ്ട്. റഹ്മാൻ എനിക്ക് ഇട്ട് തരുന്ന കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോ എപ്പോഴോ എവിടെയൊക്കെ നടന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവന്മാർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില ഫോട്ടോസൊക്കെ ഇട്ട് തരും. ഈ മദ്രസയിലെ ഉസ്താക്കന്മാർ കുട്ടികളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഫോട്ടോസൊക്കെ നമുക്ക് AI സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉണ്മயான സത്യം നമ്മൾ തുറന്ന് പറയുമ്പോഴത്തേക്ക് ഈ വേട്ടാവളിയന്മാർക്ക് കുരുപൊട്ടി ഒലിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇവന്മാർ വന്നിട്ട് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. ഈ കമൻ്റ് ഇടുന്നവനിക്ക് നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനമില്ല, അല്ലെങ്കിൽ നല്ല ജനസിന് ജനിക്കണം, പറയാനായിട്ടുള്ള ആർജവമാണ്. ഇപ്പം എന്നെ എല്ലാവരും വിളിക്കാറുണ്ട് സുഡാപ്പി സുഡാപ്പി എന്ന്. കാരണം ഞാൻ സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ സുഡാപ്പി ആണെന്നാണ് ഇവന്മാർ പറയുന്നത്. ഇനി അത് സുഡാപ്പി ആണെങ്കിൽ ഞാൻ സുഡാപ്പി ആണ് എന്ന് പറയാനായിട്ടുള്ള ചങ്കുറ്റവും നട്ടെല്ലും എനിക്കുണ്ട്. പക്ഷെ ഇത് പറയാനായിട്ടുള്ള നട്ടെല്ല് നിനക്കില്ലാതെ പോയത് നല്ല ജനസിന് ജനിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. എന്തായാലും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ കേരള സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ, അതിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ നശിപ്പിക്കുന്ന ചില, അത് എല്ലാ വിഭാഗത്തിലും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വാർത്തകൾ വരുമ്പോഴത്തേക്ക് ഇതും അങ്ങോട്ട് മുക്കും. മറ്റേ ജബ്ബാർ ഉസ്മാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കിക്കൊണ്ടുവന്നിട്ട് ഈ മലൻ TV-യും കർമ്മ കക്കൂസൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ 2-3 വളരെ പ്രധാനപ്പെട്ട വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കാണിക്കുക. നിങ്ങളതൊന്ന് കണ്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് ഈ എനിക്ക് കമൻ്റ് ഇടുന്ന സംഖ്യ പൊട്ടന്മാരെ നിങ്ങൾ വീണ്ടും കമൻ്റ് ഇടണം. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത. അത്തിപ്പാലം വെള്ളായി കേന്ദ്രീകരിച്ച് MDMA കഞ്ചാവും വിൽപ്പന നടത്തുന്ന RSS കൊടും ക്രിമിനൽ മരുമോൻ കുട്ടൻ എന്ന നിതിൻ രാജ്, ക്രിമിനലുകളായ കാട്ടി അജിത്ത്, രോഹിത് വള്ളങ്ങാട് എന്നിവരെ MDMA സഹിതം പോലീസ് പിടികൂടി. വെള്ളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബ്ലഡ് ഗുണ്ട മാഫിയയുടെ തണലിൽ നാട്ടിൽ അരക്ഷിതത്വം സൃഷ്ടിക്കുന്ന ഇത്തരം മൂളകളെ പോലീസ് പിടിച്ചെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത. പിന്നെ ഒരു വാർത്തയും കൂടെ കേട്ടോ. നമ്മുടെ പാലക്കാട് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റുപോയി. കാരണം പുള്ളിക്കാരി നിന്നപ്പം അവിടെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ കൈയിട്ട് വാരാം എന്നൊക്കെ വിചാരിച്ചാണ് നിന്നത്. പക്ഷേ ആ തോറ്റേൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി പ്രഭാവതിയാണ് പിടിയിലായത്. ചേച്ചി ഭണ്ഡാരം തുറന്നു നോക്കിയ വേറൊന്നിനും അല്ല, അതിനകത്ത് നമ്മുടെ ഈ ഒട്ടകം ഗോപാലൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ. ഈ ക്ഷേത്രത്തിലെ കുട്ടികൾക്ക് ഈ മിഠായി വിതരണം ചെയ്തപ്പോഴത്തേക്ക് ആ മിഠായി കവറിനകത്ത് ഈദ് ആശംസ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവം കണ്ട്. അത് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ എങ്ങാണ്ട് കൊണ്ടുവന്ന് ഇവിടെ എന്തോ വലിയ പ്രശ്നം നടത്താൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ ചേച്ചി ഭണ്ഡാരം തുറന്നു നോക്കിയിട്ട് അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരിക്കും നോക്കിയത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, അഷ്ടമപോറ്റി ജോത്സ്യൻ, പാറശാല ക്ഷേത്രത്തിലെ ജോത്സ്യനാണ് ഇദ്ദേഹത്തിനെ പിടികൂടിയത്. ചുമ്മാ വെറും 10 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്തകളൊക്കെ എൻ്റെ മലൻ TV നമ്പ്യാരും അതുപോലെ തന്നെ ഈ കർമ്മ കക്കൂസും ഒക്കെ ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം പിടിക്കപ്പെട്ടവനൊന്നും ഉസ്മാനും ജബ്ബാറും അല്ലാത്തത് കൊണ്ടാണ് എൻ്റെ പൊന്നിഷ്ട നമ്മൾ ഇങ്ങനത്തെ വാർത്തയൊന്നും കൊടുക്കാത്തത്. എന്തായാലും ഞാൻ അതങ്ങോട്ട് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ പോറ്റിയുടെ 10 ലക്ഷത്തിൻ്റെ ആ വീഡിയോ ഇല്ലേ, അതൊന്ന് കണ്ടോ. പാറശാലയിൽ കള്ളനോട്ട് വേട്ട. പാറശാല പോലീസും സംഘവും ഇന്ന് കള്ളനോട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പാറശാല സരസ്വതി ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്ത് വെച്ച് പിടിച്ചു. 10 ലക്ഷം രൂപയോളം വരുന്ന കള്ളനോട്ടാണ് ഇന്ന് പാറശാല പോലീസും സംഘവും പിടിച്ചത്. അത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികളിൽ ഒരാൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യാണ്. അഷ്ടമൻ പോറ്റി ജോത്സ്യൻ ശിവപാർവതി ക്ഷേത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ശാസ്താം പടിക്കൽ പ്രവത്തു. പോറ്റിയുടെ അഡ്രസ് വരുന്നത് സരസ്വതി ഭവൻ പുനല്ലൂർ. 31 വയസ്സായ സജി സ്റ്റാലിന്റെ മകൻ ഇടവിള പുത്തൻവീട് പൂങ്കോട് ഭഗവതി നട. അച്ചു 34 വയസ്സ് പൂങ്കോട് ഭഗവതി നട. ടൂറിസ്റ്റ് പെർമിറ്റ് ഷിഫ്റ്റ് കാറിൽ തിരുവനന്തപുരം സൈഡിലോട്ടാണ് കള്ളനോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ തിരുവനന്തപുരം പാറശാലയിലാണ് ഇത് പിടിച്ചത്. ഈ പിടിക്കപ്പെട്ട അഷ്ടമം പോറ്റി എന്നുള്ളിടത്ത് നല്ല മദ്രസയിലെ ഉസ്താദൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഇവന്മാരൊക്കെ ഇന്ന് വന്ന് കിടന്ന് പൂണ്ട് വിളയാടിയനെ. ഇനി MDMA-യുമായിട്ട് പിടിക്കപ്പെട്ട ആ മഹാന്മാരെ ഒന്ന് കാണണ്ടേ. ദേ കണ്ടോ.
വളരെ മാന്യന്മാരാണ്, സേവനം ചെയ്യുന്നവരാണ് ഇവർ. അതായത് ഈ സ്വയം സേവ സംഘകർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, രാജ്യത്തിന്റെ സുരക്ഷ ഇവരുടെ കൈകളിൽ ഭദ്രമാണെന്നേ. ഇവരാണിതെല്ലാം നമ്മുടെ അണ്ടിമുക്ക് ശാഖയിലൂടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ട് വിരിയിച്ചിങ്ങോട്ട് ഇറക്കി വിടുന്നത്. എന്തായാലും ആ മഹാന്മാർ വരുന്ന ആ വരവൊക്കെ ഒന്നുണ്ട്, ഒരു കൂസലും ഇല്ലാതെയാണ് വരുന്നത്. കണ്ടോളൂ. ആഹാ, എന്താ മരുമൻകുട്ടൻ വെള്ളനാട്. അപ്പൊ കണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർ ഇതുപോലെ MDMA പിടിക്കപ്പെട്ടായിരുന്നു. അപ്പം ഈ മലൻ TVയും കർമ്മ കക്കൂസിനകത്തൊക്കെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിരുന്നു. കാരണം പിടിക്കപ്പെട്ട പെണ്ണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വാർത്തയ്ക്ക് നല്ല ഹോപ്പ് ഉണ്ടാവും. പക്ഷെ ഇത് പിടിക്കപ്പെട്ടത് മൊത്തം സംഖ്യ മരവാഴകളായതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ലവന്മാർ കാണിക്കത്തില്ല, ലവന്മാർ ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയത്തേയില്ല. ഇതിപ്പോൾ 1-2 വാർത്തയൊന്നുമല്ല, ഒരുപാട് വാർത്തകളുണ്ട്. ഇപ്പോൾ ഭണ്ഡാരം കുത്തി തുറന്ന നമ്മുടെ പ്രഭാമതി ഉണ്ടല്ലോ, കോട്ടയത്ത് ഒരു ക്ഷേത്രത്തിലെ ദേവിയുടെ ആഭരണം മോഷ്ടിച്ചത് BJPയുടെ അവിടുത്തെ ഏതോ ഒരു വലിയൊരു കൊണാണ്ടറായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ ഇവരെല്ലാം സേവനങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പരിപാടികളൊന്നുമല്ല. ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരാണ്. അതുപോലെ തന്നെ കുറച്ച് സംഘിണി അമ്മായിമാരുണ്ടല്ലോ. ഈ അമ്മച്ചിമാരെല്ലാം നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ബഹളാ മോർച്ചയുടെ കുറച്ച് അമ്മച്ചിമാരാട്ടോ. അമ്മച്ചിമാരെ അറിയാമല്ലോ, അമ്മച്ചിമാരൊക്കെ പൊളി ഐറ്റങ്ങളാണെന്നേ. കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയും കണ്ടിട്ടില്ല. കാരണം ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സമരം നടത്തി വലിയ രീതിയിൽ ഏറിൽ പോയിട്ടുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കാനാത്താൻ്റെ കോനാത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ വാർത്തകളോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ സനാതന അമ്മച്ചി വന്നിരുന്നുകൊണ്ട് അങ്ങോട്ട് കുരയ്ക്കും. ഇവരെ ഒന്നും ഈ വാർത്ത വന്നിട്ടൊന്നും കാണുന്നില്ലെന്നേ. അപ്പൊ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടുകയും എനിക്ക് പ്രത്യേക തരം ഫോട്ടോകൾ അയച്ചു തരുന്ന വേട്ടാവളിയന്മാരെ, നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇത് നീയൊക്കെ കണ്ടങ്ങോട്ട് ആസ്വദിച്ചിട്ട് ഇനി നീ എന്തൊക്കെയാണോ ഇട്ട് തരാൻ പോകുന്നത് അതൊക്കെ നീ എൻ്റെ കമന്റിലേക്ക് ഇട്ടോ. നല്ല വൃത്തിയിലും വെടുപ്പിലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി നിങ്ങൾ കൊടുക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ കാത്തിരിക്കാം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി. ബൈ.